യെസ്, അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാകുന്ന, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വീഡിയോസ്, അതോടൊപ്പം തന്നെ പോസ്റ്റുകൾ ഒക്കെ നമുക്ക് പരിശോധിച്ചു തുടങ്ങാം. ശരി, കാണാം. ഭിക്കു മാത്രയുടെയാണ്. ഓൾഡ് അമിത്ഷാജി ഈസ് ബാക്ക്, ബാഷ്ഡ് അഖിലേഷ് ഇൻ 10 seconds. അതായത് അഖിലേഷ് യാദവ് അവിടെ പറയാൻ ശ്രമിക്കുന്നു അല്ലേ? അതെ. I have heard in lobby that this government is snatching your rights also. അതായത് സ്പീക്കറോട് പറയുകയാണ്, വി വിൽ ഫൈറ്റ് ഫോർ യു എന്നാണ് അഖിലേഷ് യാദവ് ഇന്നലെ ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിനുള്ള ചർച്ചയ്ക്കിടയിൽ പറഞ്ഞത്. പക്ഷേ അതോടൊപ്പം തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി അതാണ് ശ്രദ്ധേയമാവുന്നത്. യെസ്, നമുക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. ടൈംസ് ആൾജിബ്ര. Sheikh Hasina went shopping at a shopping complex in Ghaziabad. She bought some essential items worth ₹30,000. She ran out of money while shopping. 30,000 രൂപയ്ക്ക് ഷോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാശ് തീർന്നു എന്നുള്ള, അപ്പൊ ആവശ്യത്തിന് പണം പോലും എടുക്കാനാവാതെയാണ് ആ രാജ്യത്തിന്റെ നേതാവ് പലായനം ചെയ്തത്. എന്തായാലും ഭാരതം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് പറയുന്നുമുണ്ട്. India has given her time and space to recover and make up her mind about how long she wants to stay here. ആവശ്യമുള്ളിടത്തോളം ഇവിടെ കഴിഞ്ഞോളൂ ഭാവി. അടുത്ത കാണാം. വിനേഷ് ഫോഗട്ടിനുള്ള നരേന്ദ്രമോദി എന്ന ഹാൻഡിൽ നിന്നുള്ള ട്വീറ്റ് ആണ്, അല്ലെങ്കിൽ എക്സ് പോസ്റ്റ് ആണ്. യു ആർ എ ചാമ്പ്യൻ among champions. You are India's pride and an inspiration for each and every Indian. Today's setback hurts. I wish words could express the sense of despair that I am experiencing. അതിൽ ആ എല്ലാ വേദനയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ വാക്കുകൾ കൊണ്ട് എങ്ങനെ സംസാരിക്കാം, എങ്ങനെ എൻ്റെ വികാരം പങ്കുവയ്ക്കാം എന്ന് അറിയില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, come back stronger. അതെ, we are all rooting for you. ഇത് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമത്തിൽ ഒരുപക്ഷെ ഈ ഒരു ടാഗ് ലൈൻ ആയിട്ട് അല്ലെങ്കിൽ ഹാഷ്ടാഗ് ആയിട്ട് പോയൊരു കാര്യമാണ് we are all rooting for you എന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ പ്രസക്തവുമാണ്. ഉടൻ തന്നെ ഈ ഒരു സംഭവം നടന്ന അയോഗ്യയാക്കപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് കൂടിയാണ്. അതെ, വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും അത് അപ്പോഴത്തെ വേദനയിലും നിരാശയിലുമാണ്. തിരിച്ചു വരും, അതെ, കൂടുതൽ ശക്തിയായി എന്നുള്ളതാണ്. അടുത്തത് കാണാം. ഇത് ഈലോൺ മസ്ക് തന്നെ എടുത്ത് റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ ഒരു ഭാഗത്തേക്ക് അദ്ദേഹം ചേർന്നിരിക്കുകയാണ്. ട്രംപിന് വേണ്ടി പ്രചാരണത്തിനായി അംഗീകരിച്ചിരിക്കുകയാണ്. ഈ കമല ഹാരിസിന്റെ ഒരു പ്രസംഗം ചൂണ്ടിക്കാട്ടിയിട്ട്, കമല ഹാരിസിന്റെ ഇപ്പോഴത്തെ പ്രസംഗം കാൾ മാർക്സിന്റെ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ് എന്നുള്ളത്, അതായത് സ്വത്ത് പിടിച്ചെടുത്ത് പുനർവിതരണം ചെയ്യണമെന്നുള്ള മാർക്സിന്റെ സിദ്ധാന്തം തന്നെയാണ് കമല ഹാരിസ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് ആ പോസ്റ്റ്. അതാണ് ഇലോൺ മസ്ക് തന്നെ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഇക്വിറ്റി. അതെ, ഏറെ വിവാദമായേക്കാവുന്ന ഒരു പോസ്റ്റ് കൂടി എന്ന് പറയേണ്ടി വരും. അതെ, അടുത്ത് നോക്കാം. ഭിക്കു മാത്രയാണ്. ഇത് മുംബൈ ഡോൺ സ്ഥിരമായി ഗംഭീര പോസ്റ്റുകളാണ്. അതായത് ഈ സംവരണത്തെ ചൊല്ലി അവിടെ വലിയ ചർച്ച നടന്നല്ലോ. 2011 ഒരു സംവരണം പ്രഖ്യാപിച്ചിരുന്നു അല്ലെ, എക്കണോമിക് റിസർവേഷൻ, സാമ്പത്തിക സംവരണം ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പൊ നോക്കിയപ്പോൾ 86 ക്രിസ്ത്യൻ ആൻഡ് 56,000 മുസ്ലിം കാസ്റ്റ്, 86 ക്രിസ്ത്യനും 56 മുസ്ലിം വിഭാഗങ്ങളുമുണ്ട്. ഇപ്പോൾ അവർക്ക് OBC എന്ന് പറഞ്ഞ് പിൻവാതിലൂടെ സംവരണം നൽകാനാണ് താങ്കൾ ശ്രമിക്കുന്നത് എന്നാണ് നിഷികാന്ത് ദുബെയുടെ വാക്കുകളാണ്. ദിസ് മാൻ ഇസ് അൺസ്റ്റോപ്പബിൾ എന്നാണ് പറയുന്നത്. ജാർഖണ്ഡിൽ നിന്ന് തുടർച്ചയായി ലോക്സഭയിലേക്ക് എത്തുന്ന ഒരേ മണ്ഡലം പ്രതിനിധീകരിക്കുന്ന, ഒരു പക്ഷേ 2009 മുതൽ തുടർച്ചയായി ആ മണ്ഡലം തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു MP, BJPയുടെ MP. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ വൈറലാവുന്ന ഒരു സാഹചര്യം ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ട്വിറ്റർ ഹാൻഡിൽ പറയുന്ന പോലെ തന്നെ ദിസ് മാൻ ഇസ് അൺസ്റ്റോപ്പബിൾ. ഒരിക്കലും കോൺഗ്രസിനെ തുറന്നു കാട്ടാനുള്ള ഒരു അവസരവും പാഴാക്കില്ല എന്ന്. അടുത്ത് നോക്കാം. നരേന്ദ്രമോദിജിയുടെ, പ്രധാനമന്ത്രിയുടെ ആശംസകളാണ്. മൈ ബെസ്റ്റ് വിഷസ് ടു പ്രൊഫസർ മുഹമ്മദ് യൂനസ്. ഈ പുതിയ പദവിയിലേക്ക് ഏറ്റവും പെട്ടെന്ന് സാധാരണ നില പുനഃസ്ഥാപിക്കട്ടെ. സുരക്ഷ, ഹിന്ദുക്കളുടെയും മറ്റ് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് സാധാരണ നിലയിലേക്ക് വരട്ടെ എന്നുള്ള വ്യക്തമായ സന്ദേശം കൂടി ഈ ആശംസയിലുണ്ട്. ബംഗ്ലാദേശിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ പങ്കിടുന്ന സ്വപ്നങ്ങൾ, അതുപോലെ ജനങ്ങളുടെ സുരക്ഷ, വികസനം, സമാധാനം, ഇതിനൊക്കെയായി ഒരുമിച്ച് നിൽക്കാം എന്നുള്ള ഒരു രാജ്യതന്ത്രജ്ഞന്റെ, ഒരു സ്റ്റേറ്റ്സ്മാന്റെ സന്ദേശമാണ് ഈ ആശംസയിലുള്ളത്. അടുത്തത് കാണാം. വീഡിയോയാണ്. It's going to be the Indian century. Jai Shri Ram. India will be the third largest economy soon. I'm actually incredibly excited about the future of India. I think India has more promise than any large country in the world. Love the fact that India is growing. Right.
Jai Siya Ram. ഈ നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെത്. ഗൂസ് ബംസ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻകോഷി ഇത് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവിധ ദൃശ്യങ്ങൾ, വിവിധ ലോക നേതാക്കളുടെ അഭിപ്രായങ്ങൾ ഈ നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണ് എന്നുള്ളത്. രോമാഞ്ചം കൊള്ളിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന ഓരോ ഭാരതീയനെയും. അടുത്താണ് UPI transaction surged by 36% to 60 lakh crore in April-June quarter. UPIക്കെതിരെ, ഈ ഡിജിറ്റൽ എക്കണോമിക്കെതിരെ സംസാരിച്ച കേരളത്തിലെയും ഭാരതത്തിലെയും രണ്ട് മുൻ ധനമന്ത്രിമാരുടെ അറിവിലേക്കാണ് ഈ ഏറ്റവും പുതിയ വിവരം വന്നിരിക്കുന്നത്. ക്യാഷ്ലെസ് ഫ്യൂച്ചർ അണ്ടർ ദ മോദി ഗവൺമെന്റ്, അതിലേക്ക് ഭാരതം നീങ്ങുകയാണ് എന്നുള്ളതാണ്. ഇതിലൊരു കാര്യം കൂടി കൂട്ടി ചേർത്ത് പറയേണ്ടതുണ്ട്. കാരണം ഇന്നലെ RBIയുടെ ഒരു പുതിയ ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. കാരണം UPI ഒരേ ഹാൻഡിൽ ഒന്നിലധികം പേർക്ക് കൈകാര്യം ചെയ്യാനാകുന്ന ഒരു പുതിയ അപ്ഡേഷൻ കൂടി കൊണ്ടുവരികയാണ്. അത് ശരി, ഓക്കെ. എന്തായാലും 60 ലക്ഷം കോടിയിലേക്കാണ് ഏപ്രിൽ മെയ് ജൂൺ ഈ അവസാനിച്ച ആദ്യത്തെ ക്വാർട്ടർ, ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ ക്വാർട്ടറിൽ. അപ്പോൾ സന്ദേശം വ്യക്തമാണ്. സോഷ്യൽ സ്കൂപ്പിന്റെ സമയം ഇവിടെ കഴിയുന്നു.